തൃശൂർ ജില്ലയിൽ ബി.ജെ.പി. ഭരിക്കുന്ന ഏക പഞ്ചായത്താണ് അവണിശ്ശേരി പഞ്ചായത്ത്. കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നതിനൊപ്പം സ്വന്തം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അവകാശവാദങ്ങളുമായി മറ്റ് മുന്നണികളും സജീവം. 14 വാർഡുകളാണ് അവണിശ്ശേരി പഞ്ചായത്തിലുള്ളത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികളെ നിഷ്പ്രഭമാക്കി 7 സീറ്റുകൾ വിജയിച്ച് ബി.ജെ.പി. ഭരണസമിതി അധികാരത്തിലേറി. കാര്യക്ഷമമായ ഭരണ നിർവഹണമാണ് കഴിഞ്ഞ ഭരണസമിതി കാഴ്ചവെച്ചത്. കേന്ദ്ര സംസ്ഥാന പദ്ധതികളിൽ മാത്രം ഒതുങ്ങാതെ സ്വന്തം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി. അതായത് 60% 70% മാത്രം എത്തിയിരുന്ന ഫണ്ട് വിനിയോഗം 98%-ലേക്കും 93%-ലേക്കൊക്കെ എത്തിക്കാനായിട്ട് സാധിച്ചത് ബി.ജെ.പി. ഭരണസമിതി ഉള്ള കാലഘട്ടത്തിലാണ്. 100% നികുതി പിരിവ് പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിലൂടെ നമുക്ക് 45 ലക്ഷം രൂപയോളം കുടിശ്ശികയായിട്ടിരുന്നിരുന്ന ഫണ്ട് കൂടി നമുക്ക് പിടിച്ചെടുത്തുകൊണ്ട് അത് ജനങ്ങളിലേക്ക് തന്നെ വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചു. പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നമുക്ക് സർക്കാരിൻ്റെയോ അതോ പഞ്ചായത്തിൻ്റെയോ ഒന്നും ഫണ്ടില്ലാതെ തന്നെ അവണിശ്ശേരി പഞ്ചായത്തിൽ തന്നെ ഒരുപാട് ഉദാര മനസ്കരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഫണ്ട് നമ്മൾ എടുത്തുകൊണ്ട് നിരാലംബരായിട്ടുള്ള ആരും ആശ്രയമില്ലാത്ത ആളുകൾക്ക് ചെറിയ ഒരു കൈത്താങ്ങായി നിൽക്കാനായിട്ട് ഈ പദ്ധതി മുഖാന്തരം നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ആത്മവിശ്വാസം തന്നെയാണ് ബി.ജെ.പിയുടെ ഇത്തവണത്തെ പ്രചാരണ മുദ്രാവാക്യം. ഭരണം നിലനിർത്തുക മാത്രമല്ല, കൂടുതൽ വാർഡുകളും ഇത്തവണ നേടുമെന്നാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. മിഷൻ 10+ എന്ന മുദ്രാവാക്യവുമായി അവണിശ്ശേരിയുടെ ഭരണം നിലനിർത്തുക എന്നത് മാത്രമല്ല, ഏറ്റവും മികച്ച വിജയത്തോടെ നിലനിർത്തുക എന്നുള്ളൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയും NDA സഖ്യവും അവണിശ്ശേരി പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അഭിമാനം അവണിശ്ശേരി, തുടരണം ഈ ഭരണം, വളരണം ഈ നാട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഏകദേശം 5 തവണയോളം ഗൃഹസമ്പർക്കം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. മറ്റു മുന്നണികളെക്കാൾ മുമ്പേ പ്രചാരണം ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് ബി.ജെ.പിക്ക്. പഴയ പ്രതാപകാലത്തേക്ക് തിരികെ പോകുമെന്ന് UDF-ഉം പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ മേന്മ ഗുണം ചെയ്യുമെന്ന് LDF-ഉം കണക്കുകൂട്ടുന്നു. ജനം, തൃശൂർ.